ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എക്സലാണ് കേട്ടോ. എക്സലിലൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുക. എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പറയാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ആവശ്യം വരുന്ന ഒരു കാര്യം. നമ്മൾ എക്സലിൽ ഡാറ്റാസ് എൻട്രി ചെയ്യുമ്പോൾ നമ്പർ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. നമ്പറിന് മുന്നേ ആയിട്ട് 0 കൊടുക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ നമ്മൾ 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ അക്കൗണ്ട് നമ്പറുകളൊക്കെ 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 0 വെച്ചിട്ട് തുടങ്ങിയാലും എൻട്രി ചെയ്യുന്ന സമയത്ത് 0 വരില്ല. അതേപോലെ തന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പർ എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ നമ്പേഴ്സ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് നമ്പേഴ്സ് കിട്ടുക. ഇത് നമുക്ക് നോർമൽ രീതിയിലേക്ക് മാറ്റണം. അതായത് 0 മുന്നേ, നമ്പറിന് മുന്നേ നമുക്ക് 0 ആഡ് ചെയ്യാൻ പറ്റണം. നമ്പേഴ്സ് ആണെങ്കിൽ അത് ഫുള്ളായിട്ട് സാധാരണ രീതിയിൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അതിൽ 2 രീതിയിലാണ് നമ്മളിപ്പോൾ ഇന്ന് ഇതിനെ മാറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇതിൻ്റെ മുന്നേ നമുക്ക് 0 വരണം. 0 ആയിട്ടാണ് നമുക്ക് നമ്പർ കിട്ടേണ്ടത്. നമ്മളിവിടെ 0 കൊടുത്താൽ ഇത് വരില്ല എന്ന് നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഒരുപാട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇത് രണ്ടും നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഇവിടെ ഇതിലാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈക്വൽ കൊടുക്കുക. ഈക്വൽ കൊടുത്തതിന് ശേഷം ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഏത് സെല്ലാണോ നമുക്ക് മാറ്റേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. കോമ. ഇനി ഡബിൾ കോട്ട്സിൽ ഇതിന് മുന്നേ നമുക്ക് എത്ര നമ്പേഴ്സ് വേണം എന്നുള്ളത്, എത്ര 0 നമുക്ക് വേണം എന്നുള്ളത് ഇവിടെ കൊടുക്കുക. എത്ര 0 വേണം എന്നുള്ളത് നമുക്ക് കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 0 ആഡ് ചെയ്തിട്ട് വരും. ഇനി ഇതിനെ നമുക്ക് ഓട്ടോ ഫിൽ ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതിൽ 0 ഉണ്ടായിരുന്നില്ല, ഇതിൽ 0 നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 0 ഇല്ലാതെ നമ്പർ മാത്രമായിട്ട് കാണിച്ചു. ഈ ഫോർമാറ്റ് മാറി സാധാരണ നമ്പറിൻ്റെ ഫോർമാറ്റിലേക്ക് മാറി. ഇനി നമുക്കൊരു വഴി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തൊരു വഴിയാണ്. ഇതല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള വേറൊരു വഴിയുണ്ട്. ഏതിനെയാണോ നമ്മൾ മാറ്റേണ്ടത് ആ സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. ഇത്രയും ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ആ 3 സെല്ലും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം മേലെ ഹോം എന്നുള്ള മെനുവിൽ ജനറൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കും. ഇത് ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്താലും മതി. അപ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടും നമുക്കിതിനെ മാറ്റാം. ഇനി ഇതിനെ മാറ്റി കൊടുക്കുക ഇവിടെ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ രീതിയിൽ വരും. കണ്ടോ, ഇപ്പോൾ 0 ആഡ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഇവിടെ നമ്പറിൻ്റെ ഫോർമാറ്റ് മാറിയിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്. ഒന്ന് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് ഉപയോഗിച്ചത്. ടെക്സ്റ്റ് ഈക്വൽ ടെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സെല്ല് സെലക്ട് ചെയ്യുക, കോമ, ഇവിടെ 0 നമ്മൾ കൊടുക്കുക. 0 കൊടുത്തതിന് ശേഷം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഏതിലാണോ നമുക്കിനി നമ്പേഴ്സ് വരേണ്ടത് ആ നമ്പേഴ്സ് വരേണ്ട കോളംസ് സെലക്ട് ചെയ്യുക. ജനറലിൽ വന്ന് നമ്മളിതിനെ ടെക്സ്റ്റ് എന്നുള്ളത് മാറ്റുക. അപ്പോൾ ഇവിടെ 0 കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ 0 ഫസ്റ്റിൽ തന്നെ വരും. ഇങ്ങനെയാണ് നമ്മൾ എക്സലിൽ നമ്പറിന് മുന്നേ 0 ആഡ് ചെയ്യുന്നത്.